ഫെബ്രുവരി 7 ഇ.കെ. ജാനകിയമ്മാൾ ചരമദിനം. ഭാരതത്തിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയും ലോകപ്രശസ്ത സസ്യശാസ്ത്രജ്ഞയുമായ ഇ.കെ. ജാനകിയമ്മാൾ 1984 ഫെബ്രുവരി 7 അന്തരിച്ചു. 1847 നവംബർ 4 കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ചു. സസ്യശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് DSc ബിരുദവും നേടി. വിവിധ കോളേജുകളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. സസ്യങ്ങളുടെ ജനിതകഘടനയെക്കുറിച്ച് പഠിക്കുന്ന സൈറ്റോജെനറ്റിക്സിൽ വിദഗ്ധയായിരുന്ന അവർ ഡാർലിംഗ്ടണുമായി ചേർന്ന് രചിച്ച അറ്റ്ലസ് ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് ഈ മേഖലയിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ്. ഇന്ത്യയിലെ കരിമ്പിനങ്ങളുടെ മധുരം വർദ്ധിപ്പിക്കുന്നതിനായി അവർ നടത്തിയ ക്രോസ് ബ്രീഡിംഗ് പരീക്ഷണങ്ങൾ വിപ്ലവകരമായിരുന്നു. ലണ്ടനിലെ റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയിൽ സൈറ്റോളജിസ്റ്റായും ഇന്ത്യയിൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. CV ശ്രീരാമൻ ജന്മദിനം. മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ചെറുതുരുത്തി വേലപ്പൻ ശ്രീരാമൻ എന്ന CV ശ്രീരാമൻ 1931 ഫെബ്രുവരി 7 ചെറുതുരുത്തിയിൽ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി കുറച്ചുകാലം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അഭയാർത്ഥി പുനരധിവാസ വകുപ്പിൽ ജോലി ചെയ്തു. പിന്നീട് കേരളത്തിൽ അഭിഭാഷകനായി. കേരള സാഹിത്യ അക്കാദമി അംഗമായും കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദുഃഖിതരുടെ ദുഃഖം, ചിദംബരം, വെളുത്ത പക്ഷിയെ കാത്ത് തുടങ്ങിയവ പ്രധാന കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെ വിവിധ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2007 ഒക്ടോബർ 10 അന്തരിച്ചു. ചവറ പാറുക്കുട്ടി ചരമദിനം. അരനൂറ്റാണ്ടിലേറെ കാലം കളിയരങ്ങിൽ നിറഞ്ഞു നിന്ന കഥകളി കലാകാരി ചവറ പാറുക്കുട്ടി 2019 ഫെബ്രുവരി 7 അന്തരിച്ചു. ഒരു കാലത്ത് സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന മേഖലയിലേക്ക് കടന്നു വന്ന ചവറ പാറുക്കുട്ടി കേരളത്തിലെ പ്രഗത്ഭരായ കഥകളി നടന്മാർക്കൊപ്പം നിന്ന് കഥകളി നടനം നടത്തി ആസ്വാദക മനസ്സിൽ ഇടം നേടി. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി. ചാൾസ് ഡിക്കൻസ് ജന്മദിനം. വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ചാൾസ് ഡിക്കൻസ് 1812 ഫെബ്രുവരി 7 ഇംഗ്ലണ്ടിലെ പോർട്സ്മൗത്തിൽ ജനിച്ചു. ഇംഗ്ലണ്ടിലെ സാധാരണക്കാരുടെ ജീവിതങ്ങളും ദുരിതങ്ങളും മുതലാളിത്തം അവരോട് കാട്ടിയ ക്രൂരതകളുമെല്ലാം പ്രമേയങ്ങളാക്കിയ ക്ലാസിക്കൽ എന്ന് വിളിക്കാവുന്ന ധാരാളം നോവലുകളും ചെറുകഥകളും എഴുതി വിശ്വസാഹിത്യകാരനായി വളർന്നു. ഡേവിഡ് കോപ്പർഫീൽഡ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ക്രിസ്മസ് കരോൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്ത നോവലുകളാണ്. 1870 ജൂൺ 9 അന്തരിച്ചു.